ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ തന്നെ കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. നമ്മളിവിടെ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് ഈ ഒരു രീതിയിലാണ്. മുൻപ് എപ്പോഴും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. പഴയ പോലെ ഡെയിലി വീഡിയോസൊക്കെ ഇടാനുള്ള പുറപ്പാടിലാണ് ഞാൻ. എത്രത്തോളം എത്തും എന്ന് എനിക്കറിയത്തില്ല. ഇപ്പം തന്നെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു വീഡിയോ ഇട്ടെങ്കിലായി എന്നുള്ള മട്ടിലാണ് പോകുന്നത്. പഴയ പോലത്തെ നല്ല നല്ല ലഞ്ച് വീഡിയോസും മോർണിംഗ് റൊട്ടീനും ഡിന്നറും ഒക്കെ കാണിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഒരുപാട് റെസിപ്പീസ് തലയിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. കാരണം ഇതൊന്നും ഇങ്ങനെ ഇടാൻ പറ്റാണ്ട് കുറേ മറന്നു പോകും. പിന്നെ അത് കഴിയുമ്പോഴത്തേക്കിനും ഓർക്കുമ്പോഴത്തേക്കിനും ആ ചെയ്യണം എന്ന് വിചാരിക്കും. പിന്നെ അങ്ങനെ പോകും. അതേപോലെ ലഞ്ച് ബോക്സ് റെസിപ്പി കുറച്ചായിട്ട് ഇങ്ങനെ മനസ്സിൽ കിടക്കുന്നുണ്ട്. 2-3 സ്പെഷ്യൽ റെസിപ്പീസ് ഇങ്ങനെ മനസ്സിൽ കിടക്കുന്നുണ്ട്, എളുപ്പം ചെയ്യാൻ പറ്റുന്നത്. അതൊക്കെ ചെയ്യാം ഇൻഷാ അല്ലാ. അടുത്ത വീഡിയോയെങ്കിലും നോക്കട്ടെ. ആ ഒരു ലഞ്ച് ബോക്സിൽ പിള്ളേർക്ക് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് ഐറ്റംസ് കാണിക്കാം. അതിനുവേണ്ടി കുറച്ചൊക്കെ ഉണ്ടാക്കലുണ്ട്, പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെ എന്തായാലും ഉപ്മാവിന് വേണ്ടിയിട്ട് പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു, കടുക് ഇട്ട് കൊടുത്തു, നെയ്യ് ഇട്ട് കൊടുത്തു. അതിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഈ പാത്രം ഇൻഡസ് വാലിൻ്റെ പാത്രമാണ് കേട്ടോ. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഞാനിത് മുന്നേ കാണിച്ചത്. നല്ല കിഡിലം പാത്രങ്ങളാണ്. ഞാനിപ്പം ഏകദേശം 1 മന്തായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സഹറു 12 എന്നുള്ള കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ലഭിക്കും. 12% ആണ് ഡിസ്കൗണ്ട് ലഭിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വേറെയും കുറേ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അഫോർഡബിൾ റേറ്റിൽ. നോൺ സ്റ്റിക്കിൽ നിന്നും അതേപോലെ അലൂമിനിയം പാത്രങ്ങളിൽ നിന്നൊക്കെ എല്ലാവരും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹെൽത്തി ആയിട്ടുള്ളൊരു വേർഷനിലേക്കാണ് പലരും മാറുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു പാത്രങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രങ്ങളും അതുപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ നല്ല മൂടികളുമാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റാണ്, കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതുപോലെ വൃത്തിയാക്കാൻ ഭയങ്കര ഈസിയാണ്. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. എന്തായാലും സഹറു 12 എന്നുള്ള കോഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു പാത്രങ്ങളൊക്കെ ഒന്ന് നോക്ക്. എന്തായാലും ഇഷ്ടമാവാതിരിക്കില്ല കേട്ടോ. അപ്പോൾ ഈ 3 പാത്രങ്ങളാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. ഉപ്പുമാവ് പാതി വഴിയിലാണ്. അപ്പോൾ അത് നമ്മളിതിലേക്ക് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്, 2 ഉണക്കമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള റവ ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ റോസ്റ്റഡ് റവയാണ് ചേർക്കുന്നത്, എന്നാൽ പോലും ഇതുപോലെ ചേർക്കുമ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉപ്പുമാവ് കിട്ടുന്നത് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ നമുക്ക് നല്ല വിട്ട് കിടക്കുന്ന ഉപ്പുമാവ് കിട്ടും. നമ്മൾ അങ്ങോട്ട് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ട് കിണ്ടുന്ന ഉപ്പുമാവും ഇതുപോലെ നമ്മൾ കിണ്ടിയെടുക്കുന്ന ഉപ്പുമാവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. ടേസ്റ്റിലും ഉണ്ട്, അതുപോലെ ടെക്സ്ചറിലും എല്ലാം ഉണ്ട് കേട്ടോ ആ ഒരു വ്യത്യാസം. ഞാൻ ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്ന് ഇവിടെ ഉമ്മി ചെയ്യുന്നത് കണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഉപ്പുമാവാണ്, ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്, ഇങ്ങനെയാണ് നല്ലത് എന്നുള്ളത് മനസ്സിലാക്കുന്നത് കേട്ടോ. ഉമ്മയൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഇങ്ങനെ തന്നെ ചെയ്തു തുടങ്ങുന്നുണ്ട്, ചെയ്ത് ശീലിച്ച് വന്നവരാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ എവിടെയൊക്കെയോ യൂട്യൂബേഴ്സൊക്കെ കാണിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് നേരത്തെ മുതലേ ഉമ്മി ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ശരിക്കും ഒരു അതിശയം പോലെ ആയിരുന്നു ഇതുപോലെ വേറെ ചെയ്യുന്നത്. അതായത് വെള്ളം വേറെ തിളപ്പിച്ചിട്ട് ഇതുപോലെ ഒഴിച്ചിട്ട് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ നന്നായിട്ട് വെള്ളം വെട്ടി തിളപ്പിക്കുക. ആ ചൂടോടെ തന്നെ അല്ലെങ്കിൽ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഒന്ന് മൂടി വെക്കാൻ കേട്ടോ ചെയ്യുന്നത്. ഈ ഒരു പരുവത്തിലാകുമ്പോൾ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു 3-4 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇരിക്കുമ്പോഴേക്കും ഇത് നന്നായിട്ട് വെന്ത് വരും. ഇങ്ങനെ കാണുമ്പോൾ കുറേ കൂടെ വെള്ളം ഒഴിച്ചിട്ട് കിണ്ടി ഒരുമാതിരി മാവ് പോലെ ആക്കി എടുക്കരുത്. ഈ ഒരു പരുവത്തിൽ നമുക്ക് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് കുതിർന്ന് സെറ്റായിട്ട് കിട്ടും. ഇതാ അടച്ച് വെക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇവിടെ നിന്ന് അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത്രയും ഡ്രൈ ആയിട്ടുള്ള ഉപ്പുമാവല്ല കേട്ടോ. ഉപ്പുമാവ് കുറച്ചും കൂടി ഇങ്ങനെ ലൂസായിട്ട് ഇങ്ങനെ കോരി ഇടുന്ന രീതിയിലാണ് കേട്ടോ അങ്ങനത്തെ. പക്ഷെ അതും എനിക്കിഷ്ടമാണ്. പക്ഷെ ഇവിടെ വേറെ ആരും അതത്ര ഇഷ്ടമായിട്ട് കഴിക്കാറില്ല. പിന്നെ നമ്മൾ തേങ്ങയും കൂടി ഇട്ടിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് ബീഫ് കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ചെറുതായിട്ടൊന്ന് തട്ടിക്കൂട്ടാമെന്ന് വിചാരിച്ചു. ഒരു കപ്പ ബിരിയാണി, കുറച്ച് കപ്പയും ഉണ്ട്. നമ്മുടെ ഇവിടെ പിടിച്ച കപ്പ ഒരെണ്ണം നമ്മൾ വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇന്നലത്തെയാണ് കേട്ടോ. ആ കപ്പ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊരു കപ്പ ബിരിയാണി ഒന്ന് തട്ടിക്കൂട്ടാമെന്ന് വിചാരിച്ചു. ആ ഒരു ബീഫ് കറിയും കപ്പയും കണ്ടപ്പം പോലെ ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നതാണ് ഒന്ന് ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ നമ്മളത് ആ എണ്ണ ഒഴിച്ചു, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്ത്, ഒരു സവാള കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇറച്ചിയുടെ ചാറും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എല്ലാവരും കൂട്ടിക്കഴിഞ്ഞതിൻ്റെ ബാക്കി ഒരിത്തിരി ബീഫ് ഇരുന്നതാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് മസാല ആവശ്യമായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഗരം മസാല പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ദേ ഇത്രയാണ് കേട്ടോ ബീഫുള്ളത്. അപ്പോൾ കുറച്ച് കപ്പയും കുറച്ച് ബീഫും കൂടെ. പിന്നെ ഇവിടെ അത്ര അധികം അങ്ങനെ കപ്പ ബിരിയാണി കഴിക്കുന്നൊന്നും ആരും ഇല്ല കേട്ടോ. ഞാനും ഹാദുക്കുട്ടനുമാണ്. വാപ്പിക്കും ഉമ്മയ്ക്കും ഒക്കെ വെറുതെ സാധാരണ ചെണ്ടക്കപ്പ പുഴുങ്ങി അങ്ങനെ എടുക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ഹാദുക്കുട്ടനൊക്കെയാണ് പിന്നെ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ കഴിക്കുക.
അപ്പോൾ എന്തായാലും ബീഫും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒന്ന് തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേവിച്ച കപ്പയും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. ചിലർ ഈ ഒരു കപ്പ ബിരിയാണിയിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ഒക്കെ അരച്ച് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാറുണ്ട്. എനിക്ക് എല്ലാ രീതിയിലും ഇഷ്ടമാണ് കേട്ടോ. കപ്പയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഏത് രീതിയിലാണെങ്കിലും ഞാൻ കഴിക്കും. ഇപ്പം ഞാൻ തേങ്ങയൊന്നും അരയ്ക്കുന്നില്ല, സിമ്പിളായിട്ട് ഇതാ ഇങ്ങനെ അങ്ങ് ഉണ്ടാക്കിയെടുക്കുകയാണ്. പിന്നെ നമ്മൾ ബീഫ് ഇങ്ങനെ നല്ലോണം വേവിച്ചിട്ട് അതേ കുക്കറിലേക്ക് കപ്പയും കൂടി ഇട്ടിട്ട് ഒരു 2 അടി കുക്കറിൽ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചെറിയൊരു വെള്ളത്തോടെയൊക്കെയാണ് ഇരിക്കുന്നത്, പക്ഷേ എന്നാലും അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എപ്പോഴെങ്കിലും ഒരു ദിവസം ഞാൻ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അധികം മസാല ഒന്നും ഇല്ലാണ്ട് ബീഫ് ഇങ്ങനെ വേവിച്ചെടുത്തിട്ട് അതിലേക്ക് കപ്പ ഇട്ടിട്ട് ഒരു 2 വിസിലടിച്ചെടുക്കും. അപ്പോൾ നല്ല നല്ല രസമാണ് കേട്ടോ കഴിക്കാൻ. ഈ പറഞ്ഞ പോലെ അത്ര കുഴഞ്ഞങ്ങനെ ഇരിക്കുകയല്ല, നല്ല കുറച്ചൊന്ന് ലൂസായിട്ട് അങ്ങനെ ഇരിക്കും. നല്ല രസമാണ് കഴിക്കാൻ. അപ്പോൾ എന്തായാലും ഇതങ്ങനെ മൂടി വെച്ച് കൊടുക്കാം. തുറന്നിട്ട് നമുക്ക് കുറച്ച് രണ്ടും വെന്തതാണല്ലോ, അപ്പോൾ ഇനി എന്താ രണ്ടും കൂടെ ഒന്ന് തിളച്ച് വരാനേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുക്കുക. കപ്പയൊക്കെ ഒന്നങ്ങ് ഉടച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ സിമ്പിൾ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ പെർഫെക്റ്റ് റെസിപ്പി ഒന്നും അല്ല കേട്ടോ ഇത്. അതൊന്നും പറഞ്ഞിട്ട് ആരും അങ്ങനെ വിചാരിക്കേണ്ട. ഇത് എൻ്റേതായിട്ടുള്ളൊരു രീതിയിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തതാണ്. തിന്നാനൊരാഗ്രഹം തോന്നിയപ്പോൾ ഒരല്പം ബീഫ് ഇരിക്കുന്നത് കൊണ്ട് ഒപ്പിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനും അതും കൂടെയാണ് ഇത് കഴിച്ച് തീർത്തത്. ഇന്നിപ്പോൾ ഉപ്പുമാവിന് നമ്മൾ പഴമല്ല, പകരം പിന്നെ മാങ്ങയാണ് കേട്ടോ കഴിക്കുന്നത്. മാങ്ങയും പഞ്ചസാരയും കൂടിയാണ്, തേങ്ങയും മാങ്ങയും പഞ്ചസാരയും. ഈ പുട്ടിന് മാത്രമല്ല കേട്ടോ, ഈ ഒരു ഉപ്പുമാവിനും മാങ്ങ നല്ലൊരു കോമ്പിനേഷനാണ്. ചക്കയും മാങ്ങയൊക്കെ പഴം പോലെ, പഴത്തിനേക്കാളും നല്ലതാണ് കേട്ടോ മാങ്ങയും കൂട്ടി കഴിക്കുന്നത്. പിന്നെ എനിക്ക് പൊതുവേ ഉപ്പുമാവാണെങ്കിൽ അച്ചാറോ ഉള്ളി മുളക് ഞെരടിയതോ അല്ലെങ്കിൽ കറിയോ ആണ് എനിക്ക് കൂടുതലിഷ്ടം. പക്ഷേ മാങ്ങ നല്ല ബെസ്റ്റ് ഒരു കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉപ്പുമാവിന് മാങ്ങ കൂട്ടി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നങ്ങ് കമൻറ്റ് ചെയ്യണേ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ചിലർക്കൊന്നും പുട്ടും മാങ്ങയാണെങ്കിൽ പോലും അത്ര ഇഷ്ടം ഉണ്ടാവാറില്ല. പക്ഷേ എന്നാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. പുട്ടും മാങ്ങയും ഉപ്പുമാവും മാങ്ങയൊക്കെ കഴിക്കാറുണ്ടോ എന്നുള്ളത്. അപ്പോൾ അന്നത്തെ രാവിലത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. നമ്മൾ ഇന്ന് ഇതാ സുലൂമിൻ്റെ വീട്ടിൽ പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ വീണ്ടും കാണിക്കുന്നത്. സുലൂമിയുടെ വീട്ടിലേക്ക് നമ്മൾ പോകുന്നത് ഒരു വർഷത്തിലോ 1.5 വർഷമോ 2 വർഷമോ കൂടി ഇരിക്കുമ്പോൾ ഒരു ദിവസമാണ്. അങ്ങനെ പോയിട്ട് നൈറ്റ് പോയിട്ട് അവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേന്ന് വരലാണ് അധികവും ചെയ്യുന്നത് കേട്ടോ. നമ്മളെല്ലാ വീടുകളിലും കയറും. സുലൂമിയുടെ അനിയത്തിയുടെ ചേട്ടത്തിയുടെയും മാമായുടെയും ഒക്കെ വീടുകളിൽ കയറി, ഉമ്മാൻ്റെ ഒക്കെ വീടുകളിൽ കയറിയിട്ടാണ് നമ്മൾ വരാറ് കേട്ടോ. ഇത് കുറച്ച് നാളായി എടുത്ത് വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കിനും ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ച് കൂട്ടി വെച്ചിട്ട് ഒറ്റ ദിവസം പോയിട്ട് എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് കഴിഞ്ഞിട്ട് വരലാണ് കേട്ടോ. അതായത് ആരെങ്കിലുമൊക്കെ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടാവും, പിന്നെ അങ്ങനെ ചിലർക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് കാണേണ്ടതായിട്ടുള്ള ആവശ്യങ്ങൾ വരുന്ന കുറേ കാര്യങ്ങളില്ലേ, എല്ലാം കൂടെ കൂട്ടി വെച്ചിട്ട് നമ്മൾ ഒറ്റ ദിവസം പോയി കംപ്ലീറ്റ് സ്ഥലത്ത് കയറി ഇറങ്ങി വരലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ആ കുഞ്ഞുമീൻ്റെ മോള് ഡെലിവറി കഴിഞ്ഞ് കിടന്ന സമയത്താണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ രാത്രിയാണ് കേട്ടോ എത്തിയിട്ടുണ്ടായിരുന്നത്. നമ്മളെല്ലാവരും ഉണ്ട്. സുലൂമി ഇവിടെ നിന്നിട്ട് ഞങ്ങൾ മോനുമായിട്ട് വീട്ടിലേക്ക് പോകാൻ കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഇത്രയൊക്കെയാണ് നമുക്ക് ഭക്ഷണമായിട്ട് ഉണ്ടായിരുന്നത്. വെള്ളയപ്പം ഉണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു, ബീഫ് ഉണ്ടായിരുന്നു, മുട്ട റോസ്റ്റ് ഉണ്ടായിരുന്നു, കപ്പ ഉണ്ടായിരുന്നു, ഒറോട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ വിഭവസമൃദ്ധമായിട്ടുള്ളൊരു ഡിന്നറായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ മാമാൻ്റെ വീട്ടിൽ നിൽക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഫുഡൊക്കെ ഇവിടെ നിന്ന് കഴിച്ചിട്ട് നേരെ നമ്മൾ മാമാൻ്റെ വീട്ടിലേക്ക് പോകും, എന്നിട്ട് അവിടെ നിൽക്കും. പിന്നെ നാളെ രാവിലെ ബാക്കിയുള്ള കറക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോകും കേട്ടോ. അപ്പോൾ കുഞ്ഞാവനെ എടുത്ത് ഇക്ക ഇങ്ങനെ ആട്ടിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇനി മാമീൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്, അതായത് ഉമ്മീൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. എന്നിട്ട് പിറ്റേന്ന് രാവിലെ ഇവിടുന്ന് ഫുഡ് കഴിക്കും. എല്ലാ വീട്ടിൽ നിന്നും ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ വീടുകളിലായിരിക്കും നമുക്ക് ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക കേട്ടോ. സുലൂമി അതൊക്കെ കൃത്യമായിട്ട് വിളിച്ച് പറഞ്ഞ് സെറ്റാക്കുന്നതാണ് കേട്ടോ. നമ്മൾ വേണ്ടാന്ന് പറഞ്ഞാലും റെഡിയാക്കും. അപ്പോൾ ഇന്ന് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൊറോട്ട ഉണ്ടായിരുന്നു, ഒറോട്ടി ഉണ്ടായിരുന്നു, ഇടിയപ്പം ഉണ്ടായിരുന്നു, ബീഫ് റോസ്റ്റ് ഉണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു, മുട്ട ഇതുപോലെ വഴറ്റിയതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നേരെ നമ്മൾ അടുത്ത വീട്ടിലേക്ക് പോകുവാണ്. ഇനി ബാക്കിയുള്ള മുത്തുമാമാരുടെ വീടുകളിലേക്കൊക്കെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ പോകുന്ന വഴി ഒരു മുത്തുമാൻ്റെ മോൾക്ക് ഈ ഒരു കട അവരുടേതാണ് കേട്ടോ. ടോപ്പ് 10 എന്ന് പറഞ്ഞിട്ടുള്ള ഈരാറ്റുപേട്ടയിലുള്ള ഈ ഒരു കട മുത്തുമാൻ്റെ മോളുടേതാണ്. അപ്പോൾ അവിടെ നമ്മൾ ഇതുവരെ കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ കയറിയിട്ടുണ്ട്. അപ്പോൾ സുലൂമി ഞങ്ങൾക്ക് എല്ലാവർക്കുമുള്ള ഡ്രസ്സ് എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സുലൂമിൻ്റെ വകയായിട്ട് എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എടുത്തു തന്നതാണ് ആ ഒരു പച്ചയും ആ ഒരു അനിയത്തിക്ക് എടുത്തതാണ് ആ ഒരു ഡ്രസ്സ്. എല്ലാവർക്കും എടുത്തു കേട്ടോ. അതായത് ഞങ്ങൾക്ക് 3 പേർക്കും, എനിക്കും പാലൂനും ചിലൂനും സുലൂമി ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നേ. അപ്പോൾ അതാണ് ഇത്. അപ്പോൾ സുലൂമിക്കും കൂടെ ഇഷ്ടപ്പെട്ട ഞങ്ങൾ 3 പേരുടെയും ഡ്രസ്സാണ് കേട്ടോ ഇത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതൊക്കെ എടുത്തിട്ട് നമ്മൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോയി. ഇത് സുലൂമിൻ്റെ തന്നെ വേറൊരു മുത്തുമ്മാൻ്റെ മോളുടെ സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ. ഒരു മാള് പോലെയാണ്, ചെറിയൊരു ഷോപ്പിംഗ് സെൻറ്റർ പോലെ. അപ്പോൾ അവിടേക്ക് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. ഇനി ബാക്കിയുള്ള വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടുന്ന് വാങ്ങിക്കാമെന്ന് കരുതി. എന്തായാലും കയറിയതല്ലേ, കുറേ നാളായി ഇത് തുടങ്ങിയിട്ട്. പക്ഷെ നമ്മൾ വരുന്നത് ഇപ്പോഴാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സൂപ്പർ മാർക്കറ്റിലും കയറി നമ്മൾ കുറേ ഒക്കെ കണ്ടു, കുറച്ച് സാധനങ്ങൾ. പിന്നെ നമ്മൾ കഴിക്കാനും കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും ഉണ്ട് കേട്ടോ ഒരു കുഞ്ഞാവ, പിന്നെ സുലുമിൻ്റെ ചേട്ടത്തിയുടെ മോളുടെ കുഞ്ഞാവ. അപ്പോൾ ആ കുഞ്ഞാവയാണ് കേട്ടോ ഇത്. ഈ കുഞ്ഞാവേനെ ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ വീണ്ടും ഈ കുഞ്ഞാവേനെയൊക്കെ കണ്ടിട്ട് പിന്നെ വീണ്ടും വേറെ മുത്തുമ്മാൻ്റെ വീട്ടിലേക്ക് പോയി. അതായത് നേരത്തെ നമ്മൾ ഡ്രസ്സ് എടുത്തില്ലേ, ആ മോളുടെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് കേട്ടോ. ഞാനെല്ലാം കൂടെ പറയുമ്പോൾ കൺഫ്യൂഷൻ ആവുന്നുണ്ട്. എന്തായാലും മുത്തുമ്മാൻ്റെ വീട്ടിലേക്കാണ് പോയത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് ലഞ്ച്. നമ്മൾ വിചാരിച്ചിട്ടൊന്നും വന്നതല്ല കേട്ടോ. നമ്മളിവിടെ വന്നപ്പോഴത്തേക്കിനും അവർ ലഞ്ച് കഴിക്കാണ്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിന്നതാണ്. നമ്മൾ വാഗമണിലേക്ക് പോകാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ലഞ്ച് കഴിക്കാണ്ട് പോകണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നമ്മൾ വാഗമൺ ക്യാൻസൽ ചെയ്ത് കുറച്ച് സമയം കൂടെ നിന്നിട്ട് ലഞ്ചൊക്കെ കഴിച്ചു കേട്ടോ. മന്തിയായിരുന്നു. പിന്നെ നമ്മൾ മോനുവിനെയും കൊണ്ട് നേരെ വീട്ടിലേക്കാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. വലിയൊരു സംഭവമായിട്ടുള്ള വീഡിയോ ഒന്നും ആയിരുന്നില്ല, എന്നാലും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഈ ഒരു ചെറിയ വീഡിയോ. അപ്പോൾ എന്തായാലും ഇനി നല്ല നല്ല ലഞ്ച് വീഡിയോയും ലഞ്ച് ബോക്സ് വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.